നമസ്കാരം. എൻ കക്കാടിൻ്റെ സഫലമീ യാത്ര എന്ന് പറയുന്ന മനോഹരമായൊരു കവിതയുണ്ട്. അതിലദ്ദേഹം പറയുന്നുണ്ട്, കാലം ഇനിയും ഉരുളും, വിഷു വരും, വർഷം വരും, തിരുവോണം വരും, ഓരോ തളിരിലും ഇര വരും, പൂ വരും, കായ് വരും, അപ്പോഴൊക്കെ ആരെല്ലാം എന്തെല്ലാം എന്ന് ആർക്കറിയാം എന്നൊക്കെ. ഇവിടെ വിഷുവും വർഷവും തിരുവോണവും ഒക്കെ പോയാലും ഇലക്ഷൻ വരും. അപ്പോഴാണ് ശരിക്കും ആരൊക്കെ എന്തൊക്കെയാണെന്ന് ഇതുപോലെ ആർക്കൊക്കെ അറിയാവുന്നത്. പറയാൻ കാരണം ഇലക്ഷനാണല്ലോ, മാറ്റങ്ങളുടെ കാലമാണ്. ഇന്നിവിടെ കാണുന്നവനെ നാളെ അപ്പുറത്ത് കാണും, നാളെ അപ്പുറത്ത് കാണുന്നവനെ മറ്റന്നാൾ ഇപ്പുറത്ത് കാണും. അതാണ് അവസ്ഥ. എണ്ണി എണ്ണി കുറയുന്നത് ആയുസ്സും, മണ്ടി മണ്ടി കരയേറുന്നു മോഹവും എന്നും ഒരു കവി പാടിയിട്ടുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പെടുത്തോടുകൂടി കുറച്ച് വിസ്മയങ്ങൾ സൃഷ്ടിക്കാനുള്ള ഒരുക്കത്തിലാണ് പ്രതിപക്ഷ നേതാവ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച മേൽക്കൈ നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഏതായാലും ഇത്തവണ അതും കൊണ്ടേ മാറിയൂ എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയെ പോലെ മുൻ പ്രതിപക്ഷ നേതാവ് എന്ന് കേൾപ്പിക്കാനില്ല. ഏത് വീണ്ടും പ്രതിപക്ഷത്തിൽ തുടരുകയാണല്ലോ. രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ ഉള്ളൂ കാര്യം എന്ന് പറഞ്ഞ് പുള്ളി രണ്ടും കൽപ്പിച്ചിറങ്ങിയേക്കാണ്. കുറേ നാളുകളായി UDF വിപുലീകരണം അന്തരീക്ഷത്തിലുണ്ട്. കഴിഞ്ഞ UDF യോഗത്തിന് ശേഷം വിപുലീകരിച്ചപ്പോൾ കൂടെ വന്ന പാർട്ടികളേറെക്കാൻ CK ജാനു, PV അൻവർ, അതായത് അവരും അവരുടെ നിഴലും അല്ലാതെ വേറൊരു മനുഷ്യൻ കൂടെ ഇല്ലാത്ത 4 ആൾക്കാരാണ്. അവരെയാണ് കൊണ്ടു നിർത്തി അസോസിയേറ്റ് അംഗങ്ങളായി നിങ്ങൾ നിൽക്കൂ എന്ന് പറഞ്ഞ് നിർത്തിയിട്ടുണ്ട്. ഇങ്ങനെ വിപുലീകരിച്ചിട്ടും വികസിച്ചിട്ടും കാര്യമില്ല. വികസിക്കുമ്പം കുറച്ച് കാര്യമായിട്ട് വികസിക്കണമല്ലോ. അതുമാത്രമല്ല, കോൺഗ്രസ്സിലേക്ക് കൂടുതൽ ആളുകൾ വരണം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ VD സതീശൻ പറഞ്ഞു, വിസ്മയം അത് വരും, വരാനുള്ളത് വഴി തങ്ങത്തില്ല. എങ്ങനെ വരും, എപ്പോൾ വരും എന്നൊന്നും എന്നോട് ചോദിക്കരുത്, വരും. പ്രത്യേകിച്ച് കോൺഗ്രസ്സിലേക്കും UDFിലേക്കും ആരൊക്കെയോ വരും. വെയിറ്റ് ആൻഡ് സീ. തെരഞ്ഞെടുപ്പിന് മുൻപായി കേരളത്തിൽ വിസ്മയങ്ങൾ ഉണ്ടാവും. UDFിന്റെ മക്കളേക്ക് കക്ഷികളും LDFിലുള്ള കക്ഷികളും NDAയിലുള്ള കക്ഷികളും അല്ലാതെയുള്ള നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും UDFിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് വരും. അത് ഉറപ്പായിട്ട് വരും. അത് ആരൊക്കെയാണ് എന്ന് ദയവ് ഇതിപ്പോ ചോദിക്കരുത്. അത് സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കും. അപ്പൊ വിസ്മയം എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ വിസ്മയം ഉണ്ടാവും. അത് വരുമ്പോഴല്ലേ വിസ്മയം ആവുള്ളൂ. വന്നാൽ മതി. വരുമ്പോ കറക്റ്റായിട്ട് പറയും. കുറച്ചു ദിവസം കൂടി വെയിറ്റ് ചെയ്യും. അപ്പൊ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അല്ല, വിരലിൽ എണ്ണാവുന്ന ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി. അപ്പൊ ആ വിസ്മയം എന്താണെന്ന് അത് പറഞ്ഞു തീർന്നപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇത് അതുപോലെ നല്ലതായിരിക്കും. ഏത് വരുന്നേ വരട്ടെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. ഏതായാലും ലോക് ഭവന് മുന്നിൽ കോൺഗ്രസിൻ്റെ രാപ്പകൽ സമരം രാവിലെ തൊട്ട് വൈകുന്നേരം വരെയോ, അത് നാളെ രാവിലെ വരെയോ എപ്പോഴൊക്കെ ഇരിക്കുന്നുണ്ട്. ഏതായാലും രാപ്പകൽ സമരം തുടങ്ങുന്നു. ഉദ്ഘാടന പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ടും ചില മാധ്യമപ്രവർത്തകർ മാത്രം പോകുന്നില്ല. അവരാരെയോ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ കാത്തിരിക്കുകയാണ്. ആരാ വരുന്നത്? ഒരു ആരവമല്ലേ കേൾക്കുന്നത്? ആരാ വരുന്നത് നോക്കുന്ന അതാ വരിക. ആരാ വരുന്നത് കണ്ടോ? അപ്പോൾ ഇതായിരുന്നു സതീശൻ പറഞ്ഞ ആ വിസ്മയം എന്ന് ആളുകൾ മുഖത്തോട് മുഖം ചോദിച്ചു. ഇതാണല്ലേ ആ വിസ്മയം? ഏതായാലും വിസ്മയം വന്നു. വിസ്മയത്തിൻ്റെ കഴുത്തിലേക്ക് ഷാളൊക്കെ ഇട്ടു, ത്രിവർണ്ണ ഷാളൊക്കെ ഇട്ടു. ഇന്നലെ വരെ ചുവന്ന ഷാൾ കിടന്ന കഴുത്തിൽ അതാ ത്രിവർണ്ണ ഷാൾ. വിസ്മയം പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ്. അത് ശ്രദ്ധിച്ച് കേട്ടോ. പറഞ്ഞു തുടങ്ങുകയാണ്. സന്തോഷം. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ആക്ച്വലി ഞാൻ അങ്ങനെ വലിയ രാഷ്ട്രീയക്കാരി അല്ലായിരുന്നു. 2000 മുതലാണ്. ഒരു മിനിറ്റ് ആ പറഞ്ഞത് ഒന്നുകൂടെ ഒന്ന് കേൾപ്പിച്ച്. എത്ര? 2000 മുതലാണ് ഫുൾ ടൈം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നതിന് ഇടയ്ക്കാണ് ഇങ്ങനെ മനുവിന്റെ അച്ഛനൊക്കെ പാർട്ടിയിലുണ്ടായിരുന്നു. ആ കാലമല്ല ഇന്ന് പാർട്ടിയിലുള്ളതെന്നുള്ളത് സത്യമാണ്. അതാണ് 2000-ലാണ് ഞാൻ സജീവമായി പാർട്ടി പ്രവർത്തനം തുടങ്ങിയത്. അത് കഴിഞ്ഞ് 5 വർഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായി. പിന്നീട് 15 വർഷം കൊട്ടാരക്കരയിൽ നിന്ന് MLA ആയി. അപ്പോൾ എത്രയായി? 2005, 2020. ഓക്കെ, ഇപ്പോൾ അത്ര 2026 തുടങ്ങിയിട്ടേ ഉള്ളൂ. കഴിഞ്ഞ 5 വർഷം സീറ്റ് കിട്ടിയിട്ടില്ല. 3 ടേം MLA ആയി. 3 പ്രാവശ്യം തുടർച്ചയായി MLA ആയ ഒരു വനിതാ നേതാവ് CPMൽ വേറെ ഉണ്ടോ എന്ന് സംശയമാണ്. ഏതായാലും കഴിഞ്ഞ ഈ ടേം വ്യവസ്ഥയൊക്കെ വന്നപ്പോൾ ഐഷാപ്പറ്റിക്ക് സീറ്റ് കൊടുക്കണ്ടെന്ന് പാർട്ടി തീരുമാനിച്ചാണെന്ന് തോന്നുന്നു. ഏതായാലും അതിനുശേഷം അവർ പാർട്ടി പ്രവർത്തനത്തിൽ അത്ര സജീവമല്ല എന്നാണ് അവിടുന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കൊല്ലത്ത് നടന്ന CPMൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ പോലും
ഭാഗികമായി മാത്രമാണ് ഏഷ്യാനെറ്റ് പങ്കെടുത്തത്. ചെന്നില്ല, അനാരോഗ്യം, വയ്യ. പിന്നീട് എപ്പോഴോ പറഞ്ഞു ഞാനിങ്ങനെ പ്രാക്ടീസിലേക്ക് വീണ്ടും തിരിയുന്നു, സജീവമാകുന്നു എന്നൊക്കെ. 2-3 മാസം മുമ്പ് ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ അവർ പങ്കെടുത്തപ്പോഴേ ഈ മാറ്റത്തിൻ്റെ കാറ്റ് വീശി തുടങ്ങിയതാണ്. ഏതായാലും കാറ്റ് ഇപ്പോൾ കൃത്യമായി. ഇനിയുള്ള കാലം ഞാൻ കോൺഗ്രസ്സുകാരിയായിരിക്കും എന്നാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോൺഗ്രസ്സുകാരിയായതിന് പേരിൽ എനിക്കെതിരെ ഇനിയിപ്പോൾ വിമർശനങ്ങളുണ്ടാവും, ആ വിമർശനങ്ങളുടെ കൂരമ്പുകളുണ്ടാവും. അതൊക്കെ ഞാനങ്ങ് സഹിക്കും, എന്നാലും ഞാൻ വിടത്തില്ല എന്നാണ് പോറ്റിയമ്മ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളോടൊക്കെ അങ്ങേയറ്റ സ്നേഹം, എത്ര നിങ്ങൾ വിമർശിച്ചാലും എന്നെ കൂടുതൽ ശക്തയാക്കുകയേ ഉള്ളൂ. വളരെ മ്ലേച്ഛമായ ഭാഷയിലൂടെ ഇനി വരും ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കൂടെ ധാരാളം കാര്യങ്ങൾ വരുമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ അതിനെ ഒട്ടും ഭയക്കുന്നില്ല. ഏതായാലും നമ്മുടെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലാണ് പോറ്റിയെ കയറ്റിയെന്നുള്ള ആ പാട്ട് കോൺഗ്രസ്സുകാർ പാടിയത്. അവർക്ക് അതിൻ്റെ ഹാങ് ഓവർ ഇതുവരെ മാറിയിട്ടില്ല. ഐഷാപ്പറ്റി പാർട്ടിയിലേക്ക് വരുമ്പോഴും പോറ്റിയെ കയറ്റിയെ എന്നുള്ള പാട്ട് അവർക്ക് നന്നായി തന്നെ ഉറക്കെ തന്നെ പാടാവുന്നതാണ്. ഏതായാലും അനാരോഗ്യം കാരണം പാർട്ടി പ്രവർത്തനത്തിൽ നിന്നൊക്കെ വിട്ടുനിന്ന ഐഷാപ്പറ്റി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കരയിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഏതായാലും അപ്പോഴത്തേക്ക് നല്ല ആരോഗ്യമുണ്ടാവട്ടെ എന്നും ആശംസിക്കുന്നു. ഇനി സതീശൻ പറഞ്ഞ രണ്ടാമത്തെ വിസ്മയത്തിലേക്ക് പോയാൽ അതിങ്ങനെ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന വിസ്മയമാണ്. അതായത് ഈ 5 കൊല്ലം മുമ്പ് UDF നിന്ന് ഇറങ്ങിപ്പോയതാണല്ലോ മാണി സാറും അദ്ദേഹത്തിൻ്റെ പാർട്ടിയൊക്കെ ഇറങ്ങിപ്പോയി. ജോസ് കെ മാണി അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഇപ്പോൾ LDFൻ്റെ ഭാഗമാണ്. അവിടുത്തെ 3ാമത്തെ ഘടകകക്ഷിയാണ്, പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ്. മന്ത്രിസഭയിൽ റോഷി അഗസ്റ്റിൻ മന്ത്രിയായി ഉണ്ട്. അങ്ങനെ വളരെ സന്തോഷത്തോടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കേരള കോൺഗ്രസ് എമ്മില്ലാതെ എന്തോ ഒരു അപൂർണത എന്ന തോന്നൽ UDF നേതാക്കൾക്കുണ്ടോ എന്നൊരു സംശയമുണ്ട്. കുറേ കാലമായി ഒളിഞ്ഞും തെളിഞ്ഞും അക്കരെ നിൽക്കരെന്നാൽ ഇങ്ങനെ ആശ തീരും എന്നുള്ള പാട്ടും പോയിരുന്നു എൻ്റെ കൂടെ എന്നുള്ള ഡയലോഗുകളൊക്കെ ലീഗ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ സതീശനും പറഞ്ഞു, ഏത് ജോസ് കെ മാണിയായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള മട്ടിലൊക്കെ സതീശനും പറയുന്നുണ്ട്. ഏതായാലും ആ വിസ്മയം ഉടനെ നടക്കുമെന്ന് തോന്നുന്നില്ല. ലക്ഷണപ്രകാരം അതാണ് മനസ്സിലാക്കുന്നത്. അതായത് ഈ തയ്യാറാക്കി വെച്ചിരുന്ന സാധനത്തിലേക്ക് രാവിലെ തന്നെ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ റോഷി അഗസ്റ്റിൻ്റെ ഒരു ലോഡ് മണ്ണ് വാരിയും കിട്ടും. ഏത് മുന്നണി, ആര് പോണു, ആര് പറഞ്ഞു, കാര്യം എന്ത്? ഇതാണ് റോഷി അഗസ്റ്റിൻ്റെ ലൈൻ. ഏത് മുടയെന്ന് പറഞ്ഞാൽ ഒരേ മുട. ആരാ പറയുമോ ഞങ്ങൾ മുന്നണി മാറും എന്നുള്ള ചോദ്യത്തിലാണ്. ജോസ് കെ മാണിയുമായി സോണിയാഗാന്ധി ബന്ധപ്പെട്ടു എന്നെല്ലാം വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞില്ല കേട്ടോ, സോണിയാഗാന്ധി പറഞ്ഞില്ല. എന്നാല് എന്ത് വന്നാലും ഇല്ലല്ലോ, കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടല്ലേ എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ അത് ആര് പറഞ്ഞിരിക്കുന്നു? ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അല്ല പറയണ്ടേ ആരെങ്കിലും ഞങ്ങൾ നിലപാട് ഞങ്ങൾ പോകാന്ന് പറയണ്ടേ? അങ്ങനെ വരുന്ന സന്ദർഭത്തിലേ അതിന് പ്രസക്തിയുള്ളൂ. എന്റെ നിലപാടിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഗവൺമെന്റിന്റെ ഭാഗമായി തുടരുന്നു, ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഭാഗമായി കേരള കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു. ആ നിലയിൽ പോകുന്നവർക്ക് എവിടെയാണ് അഭ്യൂഹങ്ങൾ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ നേരിടാൻ പറ്റുമോ? എല്ലാ MLA-മാർക്കും അവരുടെ മണ്ഡലത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടത്താനുണ്ട്. എന്നെ അങ്ങനെ ആരും സമീപിക്കത്തില്ലെന്ന് ജോസ് കെ മാണി ഒരു നിലപാടുള്ളവനെ അങ്ങനെ വെറുതെ കയറി സമീപിക്കാൻ പറ്റുമോ? ഇതെന്താ പറയുന്നത്? ഒരു നിലപാട് ഞങ്ങളെല്ലാം സൗഹൃദമുള്ളവരാ, ആരോടും വിദ്വേഷമില്ല, അടുത്ത സൗഹൃദമുള്ളവരാ. കുറെ കഴിഞ്ഞപ്പോൾ ജോസ് കെ മാണിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു, ഞങ്ങൾ ഒറ്റക്കെട്ടായി തീരുമാനമെടുത്ത് മുന്നോട്ട് പോകും. പിന്നീട് അതും തിരുത്തി, ഞങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് തന്നെ പോകും, രാഷ്ട്രീയ നിലപാടിൽ മാറ്റമില്ല എന്നൊക്കെ ജോസ് കെ മാണി പറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും രണ്ടാമത്തെ വിസ്മയം അതുകൊണ്ട് തൽക്കാലം അകത്തിരിക്കും എന്നാണ് തോന്നുന്നത്. പക്ഷെ ഇന്നത്തെ ഏറ്റവും വലിയ വിസ്മയം കോൺഗ്രസ് ദീർഘകാല നിക്ഷേപം എന്നുള്ള മട്ടിൽ അവതരിപ്പിച്ച നമ്മുടെ പാലക്കാട് MLA ആണ്. അദ്ദേഹം ഇപ്പോൾ മാവേലിക്കരയിലായിരുന്നല്ലോ, സബ് ജയിലിലാണ്. എന്തൊക്കെ ബഹളമായിരുന്നു. അന്വേഷിച്ച് ചെന്നപ്പോൾ ഇതുപോലൊരു വിസ്മയം ഈ അടുത്ത കാലത്ത് കോൺഗ്രസിൽ സംഭവിക്കാനില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. 1 2 അല്ല, കേസുകൾ 3ആയി, ബാക്കിയുള്ളത് പിറകെ വരും എന്നാണ് കേൾക്കുന്നത്. 3ഉം ഒരേ സ്വഭാവമുള്ള കേസുകൾ. ബലാത്സംഗം, ഗർഭഛിദ്രം, ഭീഷണി. ഏത് 3ാമത്തെ കേസ് കുറച്ചുകൂടി വെറൈറ്റിയാണ്. പണാപഹരണം അടക്കമുണ്ട്. ഏത് 10,000 രൂപയുടെ ചെരുപ്പ്, കൈ കെട്ടാൻ ഫോസിലിൻ്റെ വാച്ച്, ഇതൊക്കെ വേണത്രേ. ഗാന്ധി മാർഗത്തിലൂടെ വന്ന കോൺഗ്രസ്സുകാരനാണ്, ലളിത ജീവിതത്തിൻ്റെ ഉടമയാണ്. എന്തല്ലേ? പിന്നെയോ വയനാട് പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ഫണ്ട് പിടിച്ചായിരുന്നല്ലോ, അതിൻ്റെ പേരിലും പണം മാറ്റിയത്രേ.
എന്നിട്ട് അതിൻ്റെ പേരിൽ ഒരു ലക്കി ഡ്രോയൊക്കെ നടത്തിയിട്ട് ഈ പാവപ്പെട്ട പെൺകൊച്ചിനെ അതിൻ്റെ സമ്മാനം അടുപ്പിച്ചിട്ടുണ്ടെന്ന് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്തു. എന്തെല്ലാം ഉടായ്പകളാണ് ഇല്ലേ? ഓ, MLA ആയിട്ട് ഒരു കൊല്ലമായില്ല. അതാണ്. ഏതായാലും കോൺഗ്രസ്സുകാർ പറയുന്നത് ഞങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാനില്ല, ഞങ്ങൾ പുറത്താക്കിയതാണ്. ഈ പുറത്താക്കിയ ആൾക്ക് വേണ്ടി എന്തിനാണെന്ന് ഈ കോൺഗ്രസ്സുകാർ എന്നെ കിടന്ന് വേളം ഉണ്ടാക്കുന്നത് എനിക്ക് മനസ്സിലാവാത്ത അതാണ് ശരിക്കും വിസ്മയം ആയി പ്രഖ്യാപിക്കേണ്ടത്. കാരണം ഞങ്ങളുമായി ഒരു ബന്ധമില്ല എന്ന് പ്രതിപക്ഷ നേതാവും എല്ലാ കോൺഗ്രസ്സുകാരും പറയുന്നു. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിലടക്കം രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വന്ന് കിടന്ന് വാദിക്കുന്നതും അലറുന്നതും പിന്തുണ പ്രഖ്യാപിക്കുന്നതും എല്ലാം കോൺഗ്രസ്സുകാരും പിന്നെ ലീഗുകാരെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരങ്ങനാണ്. വെളിവില്ലാന്ന്. അതായത് ഈ കേരളത്തിൽ ഒരുവിധം തലയ്ക്ക് ബോധമുള്ള ആൾക്കാരെല്ലാം ഈ അതിജീവിതമാർക്കൊപ്പമാണ്, അവരുടെ ആശങ്കകൾക്കൊപ്പം അവരുടെ സങ്കടങ്ങൾക്കൊപ്പമാണ്. പക്ഷേ ഈ വെളിവില്ലാത്ത കുറേ എണ്ണം വന്ന് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വാദിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പുഷ്പാഞ്ജലി നടത്തുന്നു, ഭാഗ്യസൂക്തം നടത്തുന്നു. അതെല്ലാം നടത്തിക്കും, അതൊക്കെ നിങ്ങളിഷ്ടമാണ്. പക്ഷേ നിങ്ങൾക്ക് വെളിവില്ലാതെ കാണിക്കാൻ വേണ്ടി എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ കമൻ്റ് അടിക്കുന്നത്? ഇതിനൊക്കെ വല്ല കാര്യമുണ്ട്? എതിരഭിപ്രായം പറയുന്ന മനുഷ്യർ എന്തെല്ലാമാണ് പറയുന്നത്. ഇന്ന് രാവിലെ നോക്കി വേണം വേറൊരെണ്ണം, ശ്രീനാദേവി കുഞ്ഞമ്മ. കഴിഞ്ഞ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരെ CPI ആയിരുന്നു. പെട്ടെന്ന് കോൺഗ്രസ്സായി, സീറ്റ് കിട്ടി, മത്സരിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പറാണെന്ന് തോന്നുന്നു, അതോ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, ഏതോ ഒരു മെമ്പറാണ് ശ്രീനാദേവി കുഞ്ഞമ്മ. ലോകം മൊത്തം, കേരളം മൊത്തം അവൾക്കൊപ്പം എന്ന് പറയുമ്പോൾ പുള്ളിക്കാരി രാവിലെ വന്നിരുന്ന് ഞാൻ അവനൊപ്പമാണ് എന്ന് പറയുകയാണ്. ഏത്? രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമാണെന്നേ. ഏത്? ഈ 3 ബലാത്സംഗ കേസിലെ പ്രതിയായ, ഒരു കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തിപ്പോൾ ജയിലിലടച്ച, 2 കേസിൽ കോടതിയുടെ കനിവ് കാത്ത്, ജാമ്യത്തിന് കനിവ് കാത്ത് നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള സകലമാന തെളിവുകളും പുറത്തു വന്നിട്ടും കുഞ്ഞമ്മ പറയുന്നു ഞാൻ അവനൊപ്പമാണ്. ആയിക്കോട്ടെ, അവനൊപ്പം തന്നെ നിന്നോ. പക്ഷേ നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ കയ്യിരിപ്പിൻ്റെ പേര് നിങ്ങളുടെ പാർട്ടി വേണ്ട എന്ന് പറഞ്ഞ് നിഷ്കരണം തള്ളിക്കളഞ്ഞ ഒരാൾക്ക് വേണ്ടിയാണ് കൈപ്പത്തിക്ക് നിന്ന് മത്സരിച്ച ഒരു ജനപ്രതിനിധി വന്ന് ഞാൻ അവനൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുഴപ്പമില്ല. കോൺഗ്രസ്സുകാരിപ്പോൾ ചോദിച്ചാൽ പറയേ ഞങ്ങൾ പുറത്താക്കിയത് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ലെന്ന്. രാഹുൽ മാങ്കൂട്ടമേ പുറത്ത് പോയിട്ടുള്ളൂ. കുഞ്ഞമ്മ കണക്കുള്ള ആളുകൾ എപ്പോഴും പാർട്ടിക്കകത്താന്ന് ആലോചിച്ചോണം. ഇതൊക്കെ ആളുകൾ കാണുന്നുണ്ട് എന്നും ആലോചിച്ചോണം. ഏതായാലും അത് മറ്റൊരു വിസ്മയം എന്ന് പറയും. വിസ്മയങ്ങൾ ഇനിയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ 30 വീട്, 300 വീട്, ഫണ്ട് പിരിവ്, ഈ വിസ്മയങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. തൽക്കാലം ഇന്നത്തെ വിസ്മയങ്ങൾ കണ്ടല്ലോ. ബാക്കി വിസ്മയങ്ങളുമായി അടുത്ത ദിവസം വരാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.